വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് നോക്കാൻ പോകുന്നത്. അതിൽ മൊഡ്യൂൾ 1 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മീൻ, മീഡിയൻ, മോഡ് ഇതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി രണ്ടാമത് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. അതിൽ റേഞ്ച്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് ഇതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യനും അതേപോലെ തന്നെ മെയിനായിട്ട് ഇത് കണ്ടിരിക്കുന്നത് ഇതിൻ്റെ കമ്പാരിസൺ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡീവിയേഷൻ, വേരിയൻസ് ഇതിൻ്റെയൊക്കെ പ്രോബ്ലവും അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. പോയിന്റ് ആൻഡ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു തിയറി പാർട്ടാണ്, അതും ചോദിച്ചിട്ടുണ്ട്. ടി ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കവർ ചെയ്താൽ തന്നെ ഏകദേശം മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ടോപ്പിക്കാണ് ലൈഫ് സൈക്കിൾ ഓഫ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ട്. ഇനി അനലിറ്റിക് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് രണ്ടിനും ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയമെൻഷനാലിറ്റി റിഡക്ഷനും അതിൻ്റെ ടൈപ്സ്, എങ്ങനെ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി വയ്ക്കണം. പിന്നെ സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും നമ്മൾ കെ മീൻസ് അൽഗോരിതം ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അത് അൽഗോരിതം നോക്കണം, അതേപോലെ തന്നെ പ്രോബ്ലം പാർട്ടും ഉണ്ട്. പിന്നെ നെയ്വ് ബേസ് അൽഗോരിതം നോക്കണം. അതേപോലെ തന്നെ അതിപ്പോൾ എഴുതാനായിട്ട്, അതായത് അൽഗോരിതം എഴുതാനായിട്ടും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം തന്നിട്ട് അത് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ KNN അൽഗോരിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ KNN അൽഗോരിതം എന്തുകൊണ്ടാണ് ലേസി ലേണർ എന്ന് വിളിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഗ്ലോമറേറ്റീവ് അൽഗോരിതം അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതും കൂടെ ജസ്റ്റ് നോക്കണം. പിന്നെ ഫൈൻഡ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്, അതായത് അപ്രിയോറി അൽഗോരിതം ആണ്. അതിൻ്റെ പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ ഇടുന്നുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്താൽ മതി. ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ഇൻ ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ്, അതൊരു തിയറി പാർട്ടാണ്. അത് ഈസി ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇനി ബിസിനസ് പ്രോസസ് അനാലിറ്റിക്സ് ആൻഡ് ചേൺ പ്രഡിക്ഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡേറ്റ, ഈ മൊഡ്യൂൾ 4 നമ്മൾ ബിഗ് ഡേറ്റയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ബിഗ് ഡേറ്റയുടെ ഡെഫിനിഷനും കൂടെ നോക്കുക, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഈ 5 V's ഒക്കെ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നോക്കണം. ഇനി മാപ്പ് റെഡ്യൂസ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് കോൺഫിഗറേഷനും നോക്കണം. മൊഡ്യൂൾ 5 എത്തുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഇത്രയും മൊഡ്യൂൾസിൽ വെച്ച് കുറച്ചുകൂടെ ടഫറായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് കോഡൊക്കെ വരുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എക്സ്പ്ലനേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഡേറ്റ വിഷ്വലൈസേഷൻ, ഫീച്ചേഴ്സ് ഇത്രയൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ പ്രോഗ്രാം ടു ഇമ്പോർട്ട് ഡേറ്റ ഫോം, അതായത് CSV ടെസ്റ്റ് ഫയൽ, ഇത് നോക്കേണ്ടതാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഇൻ R എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഡേർട്ടി ഡേറ്റ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, R ഫങ്ഷൻസ് യൂസ് ടു ക്ലീൻ ദം. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും പാസ്സാവും ഈ സബ്ജക്റ്റിന്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഗ്രേഡ് വേണം, അതായത് S ഗ്രേഡ് അല്ലെങ്കിൽ A+ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം. അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ ഇത് തന്നെ പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിന് എക്സാമ്പിളാണ് എനിക്ക് S ഗ്രേഡ് ഉണ്ടായിരുന്നു എക്സാമിന്. അപ്പോൾ നിങ്ങൾ ഇത്രയും ജസ്റ്റ് നോക്കിയിട്ട് പോകാം. നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറയാനാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഡേറ്റ അനാലിറ്റിക്സ് എടുത്ത ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾ അടുത്ത സെമ്മിൽ നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിക്കുക. ഇതിൻ്റെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും, എന്നാലും ഇതിൽ വരുന്ന കുറേ ടോപ്പിക്സ് മെഷീൻ ലേണിങ്ങിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ AI നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിലും നിങ്ങൾ ഇതിൽ പഠിക്കുന്ന ഡിസിഷൻ ട്രീയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ S8 ആകുമ്പോഴത്തേക്കും ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ഒരു എലക്റ്റീവ് വരും. അതെടുത്താൽ മതി നിങ്ങൾ. കാരണം നിങ്ങൾ ഇതിൽ പഠിക്കുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് അവിടെയും പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഇതൊരു സിമ്പിൾ ഫ്ലോ പോലെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ മെഷീൻ ലേണിംഗ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ മൈനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. നിങ്ങൾ പുതിയതായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരത്തില്ല. മനസ്സിലായോ?